മൂന്നാർ ഇന്റഗ്രൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സൊസൈറ്റി നബാർഡിന്റെ സഹകരണത്തോടെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് ഏകദിന ശില്പശാല നടത്തി. ശില്പശാല ജില്ലാ പഞ്ചായത്ത് അംഗം ഭവ്യ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനും അടുത്ത 5 പതിറ്റാണ്ടിനുള്ളിൽ നിലവിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കർഷകരെ സഹായിക്കുന്ന നൂതന വിദ്യകളുമാണ് ശില്പശാലയിൽ ഉണ്ടായിരുന്നത്. ശില്പശാല ജില്ലാ പഞ്ചായത്ത് അംഗം ഭവ്യ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് സമയത്താണ് നമ്മുടെ വീട്ടിലെ അടുക്കള, പച്ചക്കറി തോട്ടം അങ്ങനെ ഒരുപാട് വീട്ടിൽ തന്നെ വെച്ച് വളർത്താനുള്ള ഒരുപാട് ആഗ്രഹം കാണിച്ചത് നമുക്ക് ആ സമയമായിരുന്നു. ഭക്ഷണം കഴിക്കാനുള്ള എന്താണ് മാർഗം എന്ന് നമുക്ക് കണ്ടെത്തേണ്ട കാണിച്ചു കൊടുത്ത ഒരു സമയമായിരുന്നു. MEd, എഞ്ചിനീയറിംഗ് അങ്ങനെ പഠിച്ച ഒരുപാട് യുവാക്കളും യുവതികളും പോലും കൃഷി ചെയ്യുന്ന ഒരു മാതൃകയായിട്ട് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ നിന്നുള്ള കർഷകർ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു. VSS ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ മെച്ചേരിൽ, HDS ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ, ഡോക്ടർ അഭിലാഷ് എസ്, ടോണി, ഡോക്ടർ രമേശൻ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. VSS ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കമ്പോളത്തുപറമ്പിൽ, അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ജോഷി, നബാർഡ് പ്രതിനിധി അരുൺ MS, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ഡയാന തോമസ്, മിസ്റ്റ് പ്രൊജക്ട് ഓഫീസർ അമലു മാത്യു തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.